അടുത്ത പരിപാടി എന്നാ വെച്ചി? പരിപാടി കണ്ണിനുള്ള ലേഹ്യം. കണ്ണിനുള്ള ലേഹ്യോ? കാഴ്ച ശക്തി കൂടാനുള്ള അല്ലേ? ആ, അതിനെന്തൊക്കെ സാധനങ്ങളാ ചേർക്കണേ? മുരിങ്ങയില, ഈത്തപ്പഴം, മുന്തിരി, മെയിൻ സാധനം എന്നതാ? കറിവേപ്പിലയാ? കറിവേപ്പില ഇറക്കും ഇതിനകത്ത്? ക്യാരറ്റ്, ബീട്രൂട്ട്, അതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. കറിവേപ്പില ചേർക്കില്ല. അതിനുള്ള ലേഹ്യാണല്ലേ എല്ലാം കൂടെ? മുരിങ്ങയില. ലേഹ്യം ഉണ്ടാക്കാൻ പോകുന്നു ഇന്നോ. അത് ഉമ്മച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി ഉമ്മച്ചി തന്നെ ഉണ്ടാക്കുന്ന ലേഹ്യമാണ് കേട്ടോ. ഉമ്മച്ചിക്ക് അതെ കണ്ണിനൊക്കെ പ്രായമാകുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ലേഹ്യം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഉമ്മച്ചി ലേഹ്യം ഉണ്ടാക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ പണി മുരിങ്ങയുടെ ഉരുക്കുക എന്നുള്ളതാണ്. ഒന്നുള്ളി ഇതെങ്ങനെയാ വേവിച്ചാ? ഇത് വെള്ളം ഒഴിച്ച് വേവിച്ചാ? വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് അത് ചുവന്നുള്ളി എന്നുള്ള വെള്ളമാണല്ലേ? ജീരകം, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, ചെറിയ ജീരകം, ഇത്രയും സാധനങ്ങൾ പൊടിച്ചാലേ മീ. ഇത്രയും പൊടിച്ചിവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരയാമ്പൂവും ചീഞ്ചട്ടി വെച്ച് നെയ്യൊഴിക്കുക. ആദ്യം നെയ്യൊഴിക്കുക. ഉണക്കമുന്തിരിയാണേ, അത് കഴുകി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഈ നമ്മൾ മസാലയൊക്കെ പൊടിച്ച് വെച്ചേക്കണ എല്ലാം കൂടെ ഇടുക. ഇതിൽ വഴറ്റിയെടുക്കുക. ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ട് വഴറ്റുവാണേ. ക്യാരറ്റ് അരച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ ഇത്. കുക്കറിൽ വെച്ച് വേവിച്ചു. വെള്ളം ഒഴിച്ചോ മീന്? ആ ക്യാരറ്റിൻ്റെ വെള്ളമല്ലേ ഉണ്ടാകുന്നുള്ളൂ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ. ഈന്തപ്പഴവും ബീട്രൂട്ടും അരച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ. ആവി പറക്കുന്നു. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂണല്ലേ വെച്ച്? ടേബിൾ സ്പൂണാണോ ടീസ്പൂണാണോ? ചെറുതല്ലേ? അപ്പം ടീസ്പൂൺ അല്ലേ? മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ഇട്ടു. ചുവന്നുള്ളി വേവിച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോവാല്ലേ മീ? ശർക്കര ചുവന്നുള്ളി വേവിച്ചത് ചേർക്കുവാണേ. ഒരാഴ്ച ഓരോന്നായിട്ട് ഉണ്ടാക്കിയാൽ ഇവിടെ മൊത്തം ഹെൽത്തി ടിപ്സുകളാണ് ഉമ്മച്ചിയുടെ വക അല്ലേ ചേച്ചി? ഉമ്മച്ചി അധികവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മിടിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പണ്ടും ഉണ്ടാക്കുമായിരുന്നു. പണ്ട് മറ്റേ എന്താ നെല്ലിക്കാരിഷ്ടം അല്ലേ? നെല്ലിക്കാരിഷ്ടമൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു പണിയാണ്. ക്യാരറ്റും ബീട്രൂട്ടും വേവിച്ചതല്ലേ മീൻ? ഇതെന്നതാ? ക്യാരറ്റ്. അപ്പൊ നേരത്തെ ബീട്രൂട്ട് ഈന്തപ്പഴല്ലേ മീൻ ചേർത്ത? ഇവരുടെ കയ്യിൽ നല്ലൊരു പാടുണ്ടല്ലോ. എന്നതായത് ഇന്ന് പൊള്ളിച്ചാണോ? ഇതൊക്കെ ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഉമ്മച്ചി എന്തുണ്ടാക്കാതിരുന്നാലും കൈ ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കും. ശർക്കര തിളച്ചു പറയുന്നു. വന്നോ ക്യാമറയിലോട്ട് ഫുള്ളാവിയും കയറി. കുറച്ച് ശർക്കര അല്ലേ? അല്ലാതെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എല്ലാത്തിനും മധുരമുണ്ട്. അതന്നെ വളരെ കുറച്ച് ശർക്കര മാത്രം ഉണ്ടാക്കുന്നു. ഇനി ഇളക്കി മറിക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം.
നല്ല പച്ചക്കളറ്. മുരിങ്ങയില വേവിച്ചിട്ടുണ്ട്. പച്ചയും ചുമപ്പും മഞ്ഞയൊക്കെ ആയിട്ട് മൊത്തത്തിൽ കളർഫുള്ളായൊരു ലേഹ്യമായിരിക്കും ഇത്. മുരിങ്ങയില ചേർക്കുക. ഇങ്ങോട്ട് വന്നേ. ആടിക്കള്ളി ഇതാരാണിത്? ഷോർട്സ് ഒക്കെ ഇട്ട് തലയിൽ ഷോളൊക്കെ ഇട്ട് തന്നെ. പറ എവിടെ പോയേക്കുമായിരുന്നു? പറ. കളിക്കാൻ പോയത്. ഇപ്പൊ എന്താണ് കളിക്കാൻ വന്നേക്കോണല്ലാണ്? ക്യാരം ബോർഡ് കളിക്കാൻ. എന്ത് കളിക്കാൻ? ക്യാരം ബോർഡ്. നന്നായി. എന്നാ കയറിപ്പോക്കോ. അപ്പോൾ നമ്മുടെ ലേഹ്യം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പരീക്ഷിക്കുക. കണ്ണുകൾ വെട്ടിത്തിളങ്ങാനല്ല, കാഴ്ചശക്തി ഉണ്ടാവാൻ അല്ലേ? ചിലരിങ്ങനെ കൃത്യമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കൊറേ മുരിങ്ങയില എടുത്തു വെച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മച്ചിക്ക് ചെയ്ത പണിയൊന്നും പോരാത്തോണ്ട് പണിത് ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാനും ചക്കര ടീം. ചക്കര രണ്ടെണ്ണം അടിപൊളി ത്രൂടുന്നുണ്ട്. കുഞ്ഞായ പയ്യാണാ ടീം. ഞങ്ങളാണ് ടീം. നമ്മുടെ ലേഹ്യം, ഉമ്മി സ്പെഷ്യൽ ലേഹ്യം റെഡി ആയിട്ടുണ്ട്. നീ എടുക്കുക, കഴിക്കുക. ഇത് എത്ര ദിവസത്തേരം ഉണ്ടാവും ഈ ലേഹ്യം? തിന്നണനുസരിച്ചിരിക്കും കേട്ടോ ലേഹ്യത്തിൻ്റെ അളവ്. വേഗം തിന്നാ വെക്കം തീർക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലേഹ്യം ഉണ്ടാക്കി നോക്കുക. അത് സൂപ്പർ ലേഹ്യം ആയിരിക്കും. കണ്ണിന് കാഴ്ചക്കൊക്കെ ടാറ്റ ബൈ ബൈ. ഒക്കെ ചെയ്യൂ. ടാറ്റ ബൈ ബൈ.